ഹലോ മിഗോസ്, ഇന്ന് ഞാനൊരു ടൂറിംഗ് ബൂട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ബിഗിനർ റൈഡേഴ്സിനൊക്കെ കുറച്ചും കൂടെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിൽ ഒരു ബെറ്റർ ക്വാളിറ്റി തരുന്ന രീതിയിലുള്ള ഒരു ബൂട്ട് തന്നെയാണിത്. ക്രാംസ്റ്റൺ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ റൈനോക്സിന്റെ ഓണർഷിപ്പിൽ വരുന്ന ഒരു ബ്രാൻഡിന്റെ ബൂട്ടാണിത്. ഈ ഒരു ബൂട്ടിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിലേക്ക് നോക്കാം. ഇറ്റ്സ് മീ റാങ്കോ, വെൽക്കം ബാക്ക്. ക്രാംസ്റ്റർ ഫ്ലെക്സ് മോട്ടോർസൈക്കിൾ ടൂറിംഗ് ബൂട്ട്സ്. ഇതൊരു ബിഗിനർ ലെവൽ ടൂറിംഗ് ബൂട്ടാണ്. അതായത് അഫോർഡബിൾ ആയിട്ടുള്ളൊരു റേറ്റിൽ ബെറ്റർ പ്രൊട്ടക്ഷൻ ഒക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു ബിഗിനർ ലെവൽ റൈഡിംഗ് ബൂട്ടാണിത്. ഇത് ഇറങ്ങിയിട്ട് ഇപ്പോൾ അധികമൊന്നും ആയിട്ടില്ല. നല്ല മൂവിങ് ഉണ്ട് ഇപ്പോൾ തന്നെ. ഒരുവിധം ഓൺലൈൻ സൈറ്റുകളിലൊക്കെ ആൾറെഡി സോൾഡ് ഔട്ട് ആണ്. ഇപ്പോൾ റൈനോക്സിൻ്റെ ഔട്ട്ലെറ്റ്സിലൊക്കെയാണ് ഈ ഒരു ബൂട്ട് ഉള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോൾ ഈ ഒരു ബൂട്ട് വീഡിയോ എടുക്കുന്നത് നമ്മുടെ കൊച്ചിയിലെ റൈനോക്സിൻ്റെ ഷോറൂമിലാണ്. ഞാനിത് യൂസ് ചെയ്ത് നോക്കിയിട്ടൊന്നുമില്ല. ഈ ഒരു ജസ്റ്റ് നമ്മളെ ഈ ഒരു ടച്ച് ഫീലും ഇതിൻ്റെ ഈ ഒരു സ്പെക്കും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ബെറ്റർ ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രൊട്ടക്ഷനൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിലുള്ള തിക്നെസ് ഉള്ള ലെതർ തന്നെയാണ്, ജെന്യൂൻ ലെതർ തന്നെയാണ്. കംപ്ലീറ്റ്ലി ലെതറിൽ വരുന്ന ബൂട്ടാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും ആ ഒരു ഫിനിഷിങ്ങൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. സിപ്പർ ക്ലോസർ വരുന്ന ഒരു ബൂട്ട് തന്നെയാണിത്. അതിന് ഒരു വെൽക്രോൻ്റെ ഒരു പാച്ചും കൊടുത്തിട്ടുണ്ട് സിപ്പറിൻ്റെ മുകളിലൂടെ ആയിട്ട്. അതുപോലെ ഇതിൻ്റെ ഹീൽ സൈഡിലും ബാക്കിലായിട്ടും ആ ഒരു വെൽക്രോ പാച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു അഡ്ജസ്റ്റബിലിറ്റിയും ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അതായത് ഈ ഷിന്നേരിയൻ്റെ ഈ ഭാഗത്ത് ആണ് പ്രോപ്പറായിട്ട് ഓപ്പണിംഗ് ഉള്ളത്. അതുപോലെ അതിൻ്റെ ചെറിയ രീതിയിലുള്ള ഒരു ഓപ്പണിംഗ് ബാക്ക് സൈഡിലും കൊടുത്തിട്ടുണ്ട്. ആ ഒരു മൂവ്മെൻറ്റ് ഫ്ലെക്സിബിലിറ്റിക്കും നമ്മുടെ മൾട്ടി പർപ്പസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു മൂവ്മെൻറ്റ് ഫ്ലെക്സിബിലിറ്റി ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സെറ്റപ്പ് കൊടുത്തിട്ടുള്ളത്. കംപ്ലീറ്റ് ആയിട്ട് എല്ലാ റീജിയനിലും ഡബിൾ സ്റ്റിച്ചിങ് വരുന്നുണ്ട്. ഗിയർ ഷിഫ്റ്റിങ്ങിന് ആ ഒരു പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് റീഇൻഫോഴ്സ്ഡ് മൈക്രോ ഫൈബർ പാച്ചും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലായാലും ബാക്കിലായാലും ചെറിയ സ്ട്രെച്ചബിൾ പാനൽസ് കൊടുത്തിട്ടുണ്ട് ആ ഒരു മൂവ്മെൻറ്റ് ഫ്രീഡത്തിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻസോൾ നോക്കുകയാണെങ്കിൽ ഒരു ഓർത്തോപീഡിക് ജെൽ പാഡഡ് ഇൻസോളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കംഫർട്ടും കിട്ടും. അതുപോലെ തന്നെ ആ ഒരു കുഷനിങ് ഉള്ളതുകൊണ്ട് ചെറിയൊരു പ്രൊട്ടക്ഷനും കിട്ടും. അതുപോലെ അത്യാവശ്യം നല്ല ബ്രീത്തബിലിറ്റി ഒക്കെ കിട്ടുന്ന ഇൻസോൾ തന്നെയാണ്. അതുപോലെ ചെറിയൊരു വാട്ടർ റെസിസ്റ്റൻറ്റ് ലൈനിങ് ഒക്കെ വരുന്ന ബൂട്ടാണ്. അതുകൊണ്ട് ചെറിയ മഴയൊക്കെ ആണെങ്കിലും നമുക്ക് ആ ഒരു വാട്ടർ പ്രൊട്ടക്ഷൻ കിട്ടും. വാട്ടർ പ്രൂഫ് അല്ല. പിന്നെ ഇതിൻ്റെ സോള് നോക്കുകയാണെങ്കിൽ നല്ല റഗ്ഡ് ആയിട്ടുള്ള ബൈ ഡയറക്ഷണൽ ആൻറ്റി സ്ലിപ്പ് റബ്ബർ സോളാണ് വരുന്നത്. അത്യാവശ്യം നല്ല ഗ്രിപ്പ് പാച്ച് കൊടുത്തിട്ടുള്ള ഒരു സോൾ തന്നെയാണ്, നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അതുപോലെ തന്നെ ഈ സോളിൽ സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻ്റ് ഒക്കെ വരുന്നുണ്ട് എന്നാണ് ഷോറൂമിൽ നിന്ന് എന്നോട് പറഞ്ഞത്. പക്ഷേ സൈറ്റിലൊന്നും അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഈ റഗ്ഡ് എന്ന് ഉദ്ദേശിച്ചത് അവർ സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റോട് കൂടിയിട്ടാണ് വരുന്നത് എന്നാണ് തോന്നുന്നുണ്ട്. ഇതിനെക്കുറിച്ച് അറിയുന്നവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ബാക്കിലായിട്ട് ഒരു ചെറിയ റിഫ്ലക്റ്റീവ് പാനലും കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു റൈഡിംഗ് ബൂട്ട് എന്നുള്ള രീതിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതിൻ്റെ പ്രൊട്ടക്ഷനാണ്. ആൾറെഡി പറഞ്ഞത് കംപ്ലീറ്റ്ലി ജെന്യൂൻ ലെതറിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ബെസ്റ്റ് അബ്രാഷൻ റെസിസ്റ്റൻസ് കിട്ടും. ഇനി ഇമ്പാക്ട് പ്രൊട്ടക്ഷൻ നോക്കുകയാണെങ്കിൽ ഇതിൽ TPU ഹീൽ കൗണ്ടർ വരുന്നുണ്ട്. അതുപോലെ തന്നെ TPU ടോപ്പ് ക്യാപ്പും വരുന്നുണ്ട്. പിന്നെ ആംഗിൾ റീജിയൻ നോക്കുകയാണെങ്കിൽ സെറോസിൻ്റെ ആംഗിൾ പ്രൊട്ടക്ടർ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഷിൻ ഏരിയയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഫോം പാഡിങ്ങും കൊടുത്തിട്ടുണ്ട്. അത് ഷിൻ ഏരിയയിൽ ഫ്രണ്ട് ഭാഗത്തും ബാക്ക് സൈഡിലും ആ ഒരു ഫോം പാഡിങ് ഉണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻസോൾ ഫുള്ള് ഒരു ഓർത്തോപീഡിക് ഇൻസോളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ചെറിയൊരു ഷോക്കൊക്കെ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇൻസോളിനുണ്ട്. അതുകൊണ്ട് പ്രൊട്ടക്ഷൻ്റെ കാര്യത്തിലും കോംപ്രമൈസ് ഒന്നുമില്ല. CE റേറ്റിംഗ് ഇല്ല എന്നുള്ളൂ. എന്നാലും അത്യാവശ്യം ഒരു ബിഗിനർ ടൂറിംഗ് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷൻ ഈ ഒരു ഷൂന്ന് നമുക്ക് കിട്ടും. ഈ ഒരു ബൂട്ട് നമ്മൾ വാങ്ങുന്നതിൻ്റെ കൂടെ തന്നെ ഒരു കോംപ്ലിമെൻ്ററി ആക്സിഡൻ്റൽ ഇൻഷുറൻസ് കവർ കൂടെ കിട്ടും. ഒരു ഏകദേശം 50,000 ഉള്ള ബിഗ് മാൻ ഇൻഷുറൻസ് കൂടെ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. 1 ഇയർ വാലിഡിറ്റിയിലുള്ള. അത് അവരുടെ സൈറ്റിൽ കണ്ടതാണ്. അത് നമ്മൾ രജിസ്റ്റർ ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നവരുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ ഒരു ബൂട്ടിന് 6 മന്ത് വാറണ്ടി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാനുഫാക്ചറിങ് വാറണ്ടി ആണ്. ഇത്രയൊക്കെയാണ് ഈ ഒരു ബൂട്ടിനെ കുറിച്ചുള്ളത്. അപ്പോൾ ഈ ബൂട്ട് എനിക്ക് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മേ ബി ചിലപ്പോൾ ഞാനിത് വാങ്ങാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു യൂസർ റിവ്യൂ ഞാൻ ഇടുന്നുണ്ട്. ഈ ബൂട്ട് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അതിൻ്റെ ഒരു യൂസർ റിവ്യൂ താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇറ്റ്സ് മീ റാങ്കോ സൈനിങ് ഔട്ട്. ബൈ.